കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവള്ളൂരിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വയോധികനായ ഇബ്രാഹിം ഹാജി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവള്ളൂരിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തട്ടിപ്പിനിരയായ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുക, ഇബ്രാഹിം ഹാജിയുടെ നിക്ഷേപ തുകയും അതിന്റെ പലിശയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്രയും വേഗം ലഭ്യമാക്കുക, വഞ്ചനയ്ക്കിരയായി ജീവൻ നഷ്ടപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉയർന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഈ മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു എന്നും അതിന്റെ കാരണം ഇന്നതാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി മൊഴി കൊടുത്തിട്ടും അതിനോടൊപ്പം ഇറങ്ങിയ വീഡിയോ ക്ലിപ്പിൽ വളരെ കൃത്യമായി പ്രതികളെ സംബന്ധിച്ച് അവർ നടത്തിയ ക്രൂരതകളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ് നാട്ടിലാകെ അതിന്റെ പ്രചാരണം എത്തിയിട്ടും ഒരാൾക്കെതിരായിട്ട് FIR ഇട്ടിട്ടില്ല. ഞങ്ങൾ FIRന്റെ കോപ്പി വാങ്ങിച്ചു. ആ FIRന്റെ കോപ്പിക്കകത്ത് ഈ മരണം സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അസ്വാഭാവിക മരണം എന്ന് മാത്രമാണ്. നാട്ടിൽ ആരാത്മഹത്യ ചെയ്താലും പോലീസ് എടുക്കുന്ന കേസിന്റെ ചാർജാണ് അസ്വാഭാവിക മരണം. അങ്ങനെ ഒരു അസ്വാഭാവിക മരണത്തിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ മരിച്ചയാളുടെ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അത് ചെയ്യുന്നതിന് പോലീസ് തടസ്സം നിൽക്കുന്ന അവസ്ഥ ഈ വടകരയിൽ ഉണ്ടായിരിക്കും. കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ പറ്റിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു കൂള സംഘത്തെ എന്തുകൊണ്ടാണ് വടകരയിലെ പോലീസിന് പിടിക്കാൻ പറ്റാത്തത്? വേറൊന്നും കൊണ്ടല്ല, അവരെല്ലാം കോൺഗ്രസുകാരും ലീഗുകാരുമായി പോയി. ഇങ്ങനെ രാഷ്ട്രീയ പക്ഷപാതിത്വം, ഒരു നീതി നൽകേണ്ടുന്ന കാര്യത്തിന്റെ മുമ്പിൽ പോലീസ് കാണിക്കുകയാണെങ്കിൽ ഈ പോലീസിനെ ആരാ വിശ്വസിക്കുക? മാത്രമല്ല FIRനകത്ത് ഇതിലെ ഒന്നാം പ്രതിയായി നിൽക്കേണ്ട സുധീർ കുമാർ, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ പേര് സുനിൽ കുമാർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പോലീസ്. നാളെ ഞാൻ ഒരു കോടതിയിലെത്തിയാൽ ആ കോടതി ഞാനല്ല ഇതിന്റെ ആളെന്ന് പറയാവുന്ന രൂപത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യമൊരുക്കുന്ന നടപടി ഈ FIRൽ എഴുതി വെച്ചിരിക്കുക. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച് ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട നിക്ഷേപകരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.